ഹലോ ഗൈസ്, നമ്മൾ ആദ്യത്തെ വീഡിയോ എങ്ങോട്ട് പോകും ഗൈസ്? എല്ലാരും അഭിപ്രായം പറയൂ. ഞങ്ങൾക്കൊന്നും അഭിപ്രായമില്ല. രണ്ടിക്ക് ഉറപ്പില്ലട്ടോ. ഡ്രൈവർ സ്പൾബർ അല്ലേ? സ്പൾബർ ഷൈൻസ ബാക്ക് നോക്കല്ലേ, മൂട്ട് പോയി കുത്തും. ഇത് വേറെ എങ്ങോട്ട് പോകും? പെരി പോവാന്നാ? ചളി ചളി ചളി. ഇത് സ്ക്രിപ്റ്റഡ് ആണ്, പറയില്ല. ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. നമ്മള് തീരുമാനിച്ചിട്ടില്ല. കുറച്ചായിട്ട് കൊടക്ക് എത്തിയിട്ട് കൊടക്ക് പോണ തീരുമാനിക്കും. അങ്ങനെ ഇവർ തട്ടിക്ക, ഇവർ റെഡി ആവില്ല കേട്ടോ. ചവിട്ടിട്ടാലോ ഇങ്ങനൊരു ചളി അടുത്തണ കേക്കണല്ലോ. അല്ലടാ പാട്ട് ഓമൊക്കെ പറഞ്ഞ രണ്ടർത്ഥം പറഞ്ഞോടാ. എന്താടാ നിങ്ങളിങ്ങനെ അങ്ങോട്ട് കൊടുത്ത് ഒരു വിളിച്ചു തറന്നോളി. തോത്തിക്കൂടി ഒരു മൂലക്കന്ന് തുടങ്ങിക്കൂടി. ആഞ്ഞ് പണിയെടുക്കണ്ട എല്ലാരും. ഇപ്പൊ മേൽനോട്ടക്കാരനാ ജന്നെ? എന്ത് മേൽനോട്ടോ? ലാവിശാക്കാരുടെ അപ്പൊ ഇങ്ങനെ ലാവിശാക്കും അറിഞ്ഞില്ലേ? ഇത് നമ്മളെ നോക്കിയല്ലേ? ഇത് കാക്ക നമ്മളെ നോക്കിയല്ലേ? ഓക്കെ, ആണെങ്കിൽ എടുത്തോളൂ. എടുത്തുതരൊന്നുമില്ല കേട്ടോ. ഈ ചെങ്ങാനെ കിട്ടണില്ല. ഇപ്പൊ അത് ക്യാമറ ആണ് മോള്. ഇപ്പൊ കുട്ടികളെ പോലെ കിട്ടോ. അതിന് റിവ്യൂ നമ്മളെ പെരിന്തൽമണ്ണ എത്തിയില്ല. എത്രയുടെ മുന്നേ ചായ അടിച്ചാൽ നിർത്തിയിരിക്കുന്നു. എന്താ പന്റെ റിവ്യൂ? ഒഴിവാക്കിട്ടോ, ഒഴിവാക്കി. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ സ്പൂണിട്ട് തൊള്ളിക്കിടാം. ഇനിയിപ്പൊ അതൊക്കെ എടുക്കേണ്ടി വരും. കാണിച്ചാൽ ആയിക്കോട്ടെ, എഴുതോ പക്ക റെഡിയാക്കാം. എടുത്തോ ആക്ഷൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളങ്ങനെ ഏതോ ഒരു മുക്കിലെത്തിയുള്ളൂ. ദീനി ബോധമുള്ള കുട്ടികളാണ്. നിസ്കരിച്ചാൽ കയറും ഗൈസ്. അപ്പൊ നിസ്കരിച്ചിട്ട് ദീനിബോധം ബാത്റൂമിലായി. അവിടെ റോട്ടിന്ന് മാറണം, മാറി ഉള്ളിൽ ലേറ്റാത്തുള്ളല്ലോ. അവിടെ റെഡി. അപ്പോ വരെ കണ്ടല്ലോ, അവിടെ കൊറേ ആൾക്കാരുണ്ടല്ലോ. ഇവിടുന്ന് കണ്ട കടി മേടിച്ചു ഞാല് ബാങ്ക് കൊടുത്തു കേക്കാറില്ലേ? 5:30 ആയിക്കണോ? ബാങ്ക് കൊടുക്കേണ്ടിയാണ്. ഓക്കെ, നിസ്കരിച്ചിട്ടാണോ? തമ്മിൽ പറയാത്ത 5 ആൾക്കാര് കേറി പോണാ. എന്ത് പറയും എവളോ? ചായ തരില്ലായിരുന്നു അല്ലേ? 7 മതി ചായ ഇല്ലായിരുന്നു. വേണ്ട, വേറെ ഹോട്ടലുണ്ട്. നല്ലത് കണ്ടാ മതി. ഇപ്പൊ നമ്മളൊരു കമ്പനി ആയിട്ടോ, നമ്മളെ ചങ്കായി. വേണ്ടോ എത്തിയാണ് നായ്ക്കള്. അന്നി കൂട്ടി 2 എണ്ണാവും. വേണ്ട, അന്നി കൂട്ടി 2 എണ്ണാവും. ടാറ്റ. ഞങ്ങള് മാത്രം മതി, ഞങ്ങള് മാത്രം. വേണ്ട കേട്ടോ, ഫുൾ ടാങ്ക് അതിന്റെ
ഫുൾ ടാങ്ക് ഒന്നും മാറണില്ല പറഞ്ഞു അതിന്റെ ഒരു തന്നെ ഇറങ്ങണില്ല അറിഞ്ഞു കട്ടർ നാട്ടിലൊക്കെ നടക്കല് ഓർമ്മല്ലേ നാട്ടിലല്ലാതെ നാട്ടില് 10 റുപ്യക്ക് 20 റുപ്യക്ക് 30 റുപ്യക്ക് അടിച്ചില് ഇവിടെ കമ്മി ഉണ്ടാ എണ്ണക്ക് എത്രയൊക്കെ 2 റുപ്യ 7 പോയ 2 റുപ്യ പോകുമ്പോ കന്നാസിൽ കുറച്ച് വാങ്ങിക്കൊണ്ടായാലോ അപ്പൊ അത് വേണമെങ്കിൽ നമ്മളെ കാണാനുണ്ട് 2 റുപ്യ കുറവ് ആ വെള്ളം കൂട്ടിയ എണ്ണ ആർക്കാണ്ട് പാലിലെ കള്ളം അല്ല ഇപ്പൊ എണ്ണുണ്ട് ഈ കൊച്ചു പനണ്ടിക്കോ ഇതങ്ങനെ ഉച്ചക്കണ്ട ഒന്നില് തലയിൽ കൂടെ വെച്ച് കത്തിച്ചോളൂ റിസൾട്ട് ഒക്കെ റിസൾട്ട് എന്തായാലും ഒന്നൊരു കത്തിച്ചാലുണ്ടാവും ആരെങ്കിലും കയറ്റി കത്തിച്ചു അല്ലേ ഉറപ്പാണല്ലേ 10ാം ക്ലാസ് റിസൾട്ട് അപ്പൊ അതിൽ വരുന്നുണ്ട് ഇല്ലടാ അല്ല 10ാം 10ാം ക്ലാസ് വരാണ്ട് അല്ല അന അടുത്തല്ലോ നമുക്ക് എല്ലാവർക്കും വേണ്ടി കൂടി കത്തിച്ചാ ഞങ്ങൾ നെട്ടിച്ചു ട്രേഡിംഗ് പോയിന്റ് ആണ് പറയണേ ട്രേഡിംഗ് പോയിന്റ് കണ്ടില്ലേ പൊറാട്ട വാങ്ങാൻ പോയാൽ ടേണിംഗ് പോയിന്റ് ആണ് ഇറങ്ങിക്കാറാ അതൊക്കെ ടേണിംഗ് പോയിന്റ് നമ്മളെ പറ്റിച്ചാനായിട്ടില്ലേ നാട്ടുകാരും സ്കൂള് പെരക്കാര് ഒക്കെ പറ്റിച്ചു പറഞ്ഞാണ്ട് എന്തോ സ്മെല്ലിന് വേണ്ടി അടിച്ചു അതിനാരും വെച്ച മറ്റേ പോകൻ ഓൻ്റെ ചോദിച്ചതിനോ ഇത് കൊറേ ഉണ്ട് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ത് നിന്നാലോ തലേ ഓരോ ആചാരങ്ങളെ ഈ ഏകദേശം തമിഴും മലയാളമൊക്കെ ഒരേ മാതിരി ആയതുകൊണ്ട് നമുക്ക് ഒപ്പിച്ചു പോകാം എത്തൊപ്പിക്ക ഫുഡൊക്കെ ഞാൻ മേടിച്ചരാ ഒന്നില്ലെങ്കിലും ഗാന കാണാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മേടിച്ചു തമിഴ് കാര തമിഴിലെ എന്തായാലും ഫുഡ് ഞാൻ മേടിച്ചു ചാട്ടൊക്കെ ഓരോരുത്തർ രാവിലെ പണിക്ക് കൊണ്ടാണ് നേരാമ്പേക്ക് പക്ഷെ വലിച്ചു പോകുന്നു എന്ത് ചെയ്യാൻ അല്ല ഒരുത്ത ട്യൂഷൻ ഉണ്ട് അതിനെ കളിച്ചെടുക്കേ ഇത് ട്യൂഷൻ ഇത് പിന്നെ 3 പണിയില്ല കൂലിയില്ല എഴുതി തള്ളി പെരക്കാരൊരു എഴുതി തള്ളിയതാണ് പറഞ്ഞത് പിന്നെ തള്ളിയില്ല കേട്ടോ ഇത് പിന്നെ ഇടയ്ക്ക് തമിഴ്നാട് കിട്ടും പിന്നെ കയറി വരണ്ടാണ് അതിന്റെ കുറ്റം നമ്മള് കാണിക്കണത് അതൊക്കെ കണ്ടാ ഉച്ചക്ക് തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ പോകണുള്ളൂ റങ്കണ്ണന ആളുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പുല്ലുകളെ നേരെ വിട്ടു ഒക്കെ നേരെ കയറും അങ്ങനെ മാപ്പ് എടുക്കട്ടെ ഫോണോടെ ആ നേരാണ് ഞാൻ പറഞ്ഞു എന്റെ കറക്റ്റാണോ അവര് നേരാണ് അല്ലെങ്കിൽ എനിക്ക് നേരെ നേരെ മിക്കവാറും എനിക്ക് തോന്നുന്നു ഗൂഗിൾ മാപ്പ് നമ്മളെവിടെയും കൊണ്ടുപോയിടുന്ന സാധാരണ അങ്ങനെ ഉണ്ടാവില്ലേ ഇന്നോവ അങ്ങനെ പല പല വണ്ടി കയറ്റിയ എക്സ്പീരിയൻസിൽ പറയണം മെല്ലെ പോയാൽ മതി. അതെ അതെ പിന്നെ മറ്റേ പോവാതുണ്ടായിട്ട് മെക്കാനിക് ഒപ്പം ഉണ്ടായിരുന്നു ഇന്ന് 8 പൊട്ടും തരാത്ത 5 അതെ എനിക്ക് തിരിഞ്ഞുകൊണ്ടോ വണ്ടിയോട്ടാണല്ലേ അറിയില്ലല്ലോ എല്ലാം തിരിഞ്ഞു പക്കാ പക്കയാണ് എത്ത് എല്ലാം ഞാൻ പറയണില്ല എല്ലാം എന്ന് ഉദ്ദേശിച്ചതില് പോലീസുകാര് ഗജ്ജാട്ടില്ല ഒരു സങ്കടം ഉണ്ട് തിരിച്ചോണോ വേണ്ട വേണ്ട കത്തിയൊക്കെ ഇട്ട് വെറുതെ കത്തി കുടിച്ച് തരുമോ വരുന്നോടാ കൊല്ലാൻ വരുന്നോടാ കത്തി വിട്ടു ഇപ്പൊ സോഡക്കാരന്മാർത്താണ് ഓപ്പണറിന്റെ സൂര്യേട്ടൻ പൊന്തിയായിരുന്നു കൈസ് ഇത് അമ്പലം കയറി വെക്കാലോ വെറുതെ ഇവിടെ നല്ല ടെമ്പിൾസിലെ മൊബൈൽ കേട്ടോ അത് ഡ്രൈവ് ചെയ്യണ ഞാനല്ലോ എത്താ ഇപ്പം പറയണു ഇവരൊക്കെ അറിയാം അതാണ് എനിക്കറിയാം ഓ തമിഴ്നാട്ടുകാരനാണ് തമിഴ് അണ്ണാച്ചി അത്ര വരെ പെരടാ ആളാ ഉള്ളതേ ഉള്ള സാധനം മര്യാദക്ക് ഉണ്ടാക്കിയോ ഉള്ള തോണം പോലെ ഈ സാധനം തുടക്കാണ്ടോ ഇത് റെഡി ആവണം പരിഹാരം ഉണ്ടാക്കാം ആ കാക്കങ്ങോട്ട് വരി നെഞ്ചത്ത് കയറി നെഞ്ചത്തേക്ക് പുല്ലൊന്നല്ലേ വരുന്നത് ലോറിക്കാരെ വരുന്നത് ഇവരൊക്കെ ജീച്ച് പോണമാര് പോയിക്കോളും നമ്മക്കൊന്നും പറ്റില്ല ഓൽക്കേ കിട്ടുള്ളൂ
ഇത് നമ്മള് ഈച്ചാലോ പൊടി പൊടി ആയിപ്പോ ഒരു ടാറ്റന്റെ കണ്ടിട്ടുണ്ടല്ലേ പാട്ടുറാ ഈ വ്ളോഗ് ഇതിലാണേ. അന്റെ വ്ളോഗ് അല്ലേ 30 സ്പീഡ് നമുക്ക് 30 മതി. നമ്മള് റൂൾസുകളൊക്കെ പക്ക ഫോളോ ചെയ്യുന്ന ആൾക്കാരാ. നാട്ടിലാവുമ്പോ 3 ആൾക്കാര് ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നുള്ളൂ. തമിഴ്നാട്ടിലെത്തിയ ഡീസന്റ്. വേറൊന്നുമല്ല, ഫൈൻ അടിക്കാനുള്ള പൈസ ഇല്ലാത്തോണ്ടാ. തീരല്ലോ ഫൈൻ അടിച്ച ഫുഡ് അടിക്കാൻ പൈച്ചുണ്ട്. പുനായൂർ എത്ര പേര്? പുനായൂർ. ശവപ്പറമ്പ്. ഞാൻ അത് ഷവർമ്മ ഷാപ്പ് തുറന്നു. തിന്ന കാര്യത്തിലേക്ക് ഫുഡിന്റെ മൂഡിലാണ് ഞാൻ. അനക്ക് പൈച്ചു തുടങ്ങിയോ? പൈച്ചിട്ടല്ല, കട ഇങ്ങനെ അവിടുത്തെ കട ഇങ്ങനെ തപ്പി ഞങ്ങൾ ഇറങ്ങിയപ്പോ മുതൽ ഫുഡാണ്. അതപ്പൊ മെയിൻ ആയിട്ട് നടക്കണത്. ഫുഡ് അടി അത് സ്മൂത്താണ്. ഫണ്ട് എങ്ങനെ പോകും? അതിലൊരു കുറവില്ല. സ്ഥലം കണ്ടിരുന്നു. ഫുഡടി കൃത്യ. അത് മതി. എന്തെങ്കിലുമൊക്കെ മതി. ഇപ്പത്തങ്ങട്ടായിരുന്നു. വേണ്ട, പേടിപ്പിച്ചണ്ട. ഇത് നമ്മളെ നാടല്ലേ. അടിച്ച പായാളെ വെച്ച പോലും അറിയില്ല. നേരെ പോണം, വേറെ വച്ചൊന്നുമില്ല. ചായ കുടിക്കാൻ കോഫി കുടിക്കാൻ ഓൻ ചായ കുടിക്കാൻ ഓൻ ചായ കോഫി. നമ്മള് ആർഭാടാണ്. ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ലടാ. ഇന്ന് ഇറങ്ങിയതിന് ശേഷം രണ്ടാമത്തെ കോഫി ആണോ? ആണെങ്കിൽ അടിച്ചോട്ടോ. നമ്മളിത് പലതും പറയും. പൈസന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. പ്രത്യേകിച്ച് ഫുഡ്. ഇന്ന് ഉറങ്ങൽ കാറിലായാലും ഫുഡ് മുഖ്യാണ്. എത്ര ബെണ്ണെത്തി. കണ്ടോ ജില്ല വിചാരിച്ചാലും ഇത്ര കിലോ. എന്നാ എനിക്ക് ഈ സാധനം അല്ല പോലോ. ചേട്ടൻ കറക്റ്റ് സമയത്താ. എവിടെയും എത്തിക്കോട്ടെ, കുഴപ്പമില്ല. സ്ഥലം തെറ്റാലും കുഴപ്പമില്ല. ജീവനോടെ എത്തിച്ചോളും. നേരത്തേക്ക് ഒരു 9 10 മണിയാകുമ്പോ എത്തണം എന്നൊരു നിർബന്ധം. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഫുൾ റിച്ച് ട്രിപ്പാണ്. ടയർ മിൽക്ക് കടടക്കാൻ വേണ്ടി ഫുള്ള് പെറ്റിച്ചേ കടകാറ് റൂട്ടി. 5 പൈസ ഇല്ലെങ്കിൽ ഒന്നിനൊരു കുറവ് വരുത്താൻ പാടില്ല. പ്രത്യേകിച്ച് ഫുഡിന്റെ കാര്യത്തില്. ചായ അടിച്ചിറങ്ങിയാണ് ചായക്ക് 100 റുപ്പി, മേടിച്ച സാധനത്തിന് 200 റുപ്പി. ഗൈസ് നമ്മള് ഫുഡ് കഴിക്കാതെ തിരിക്കട് ഗൈസ്. ഫുഡ് റിവ്യൂ പറയാ. ഗോൾഗേറ്റ് ഇത് നോക്കട്ടെ കേട്ടോ. മയോണൈസ് ചട്ടിനിയാണ് പോലോ. സാമ്പാറത്തെ അവസ്ഥ. ഉപ്പുവെള്ളം അല്ല, ചൂടുതണ്ണി പറഞ്ഞപ്പോളേ ചൂടുതണ്ണി പറഞ്ഞപ്പോ സംഭവം മനസ്സിലായില്ല. അതിന്റെ കേടാണ്. അത്ര ഗതി കെട്ടൊന്നുമില്ല ഞാന്. പാരലിട്ടോ ആയിക്കളെ എജ്ജ നിങ്ങളെ സണ്ടർ ഫ്രഷ് കിട്ടും. അതോടെ കിട്ടാം. ഇവിടെ വരണം. നല്ല കത്തലുണ്ട് മലയാളം കണ്ടിട്ട്. ഇതാണ് വേറൊന്ന് തിന്നിട്ട് റിവ്യൂ അറിയണ. പെരും ചൂട്.
ചുടുതണ്ണി ചുടുതണ്ണി ചൂട് തന്നെ ചൂട് തന്നെ. ഫുഡിന്റെ ക്വാളിറ്റി കാരണം കുത്തറക്കലാണ്. അവിടെ ഒരുത്തിന് പോണില്ലാറ് മതി. മയോണൈസും കൂട്ടിയാണ് ഒരുത്ത അടിക്കുന്നുണ്ട്. തണ്ടർ ഫ്രഷ് ആയിട്ട് വേറെ ഒരുത്തോ ഒന്നുമില്ലാത്ത എനിക്ക് വരെ പോണില്ല. ഞാൻ പറഞ്ഞതാ നാവ് തട്ടാതെ ഗുളിക എച്ചിന് മാതിരി കയറ്റുക. മുണുങ്ങി വിടുക. പള്ളി വല്ലതും വേണമെങ്കിൽ വരുവാനെ. ശീലായോണ്ട് ശീലായിട്ട് വിശപ്പില്ല. അമ്മേ എന്തൊക്കെ കാണണം. ചോന്റെ മോൻ കണ്ടിട്ട് സങ്കടം വരുന്നുണ്ട്. മാതന്റെ 2 കുപ്പി അടിച്ചാൽ മതിയല്ലേ? ലാഭം മാതന്റെ 2 കുപ്പി. മാത ഫ്രൂട്ടില്ലേ അതടിച്ചേ. ഇവരാണ് പറ്റി അഡ്ജസ്റ്റ്മെന്റ്. അന്നെ കിട്ടുന്ന കുട്ടി ഭാഗ്യവാതി. ഉണ്ടാക്കാറില്ല ജീവിച്ചു. മാഷാ അല്ലാഹ്. ഹൈറ് തോള് കഴിച്ചിട്ട് ഇത്ര തോളി നായ്ക്കളെ. ഫോൺ തിരിച്ചടിച്ചോ തിന്നാതെ കേട്ടോ. ഞാൻ നേരത്തെ ഇവിടെ ഫുള്ള് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബില്ലടിച്ച് പോവാ. അല്ലാത്ത എന്നാണ് ഇത്?